എടാ ഒരു മിനിറ്റ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന കുറെ സംഗതികളുണ്ടല്ലോ, അതെന്തുകൊണ്ട് നമ്മൾ ചെയ്യാത്തെ? നമുക്ക് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവാനിട്ടാണോ? അല്ല, അത് നമ്മൾ ചെയ്താൽ തെറ്റിപ്പോകുന്നുള്ള കോൺഫിഡൻസ് കുറവ് അല്ലെ? ആ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെറിയൊരു ട്രിക്ക് നോക്കിയാലോ. ഞാനിപ്പോ ഒരു 2 വാക്കുകൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടാം, അതൊന്ന് വായിക്കാൻ പറ്റുണ്ടോ നോക്കിയേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇത് എന്ത് സാധനം ടൈപ്പ് ചെയ്തേക്കണേ എന്നായിരിക്കും വിചാരിച്ചത്. ഇത് ഇംഗ്ലീഷിലെ തന്നെ നീളം കൂടിയ 2 വാക്കുകളാണ്. നമ്മൾ ശശി തരൂർ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തപ്പോ ഇന്ത്യക്കാർക്ക് ഫേമസ് ആയ 2 വാക്കുകളാണ്. ഇതെങ്ങനെ വായിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കണേ. എന്നെ കൊണ്ട് കഴിയൂല എന്നായിരിക്കും 90% പേര് ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവുക, ശരിയല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് ശശി തരൂരിന് വായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും ഇത് വായിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചു തരാം. ആ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വാക്കാണ് ഫ്ലോക്സിനോക്സിന് ഹിലിപ്പിലിഫിക്കേഷൻ. രണ്ടാമത് എഴുതിയിരിക്കുന്ന വാക്കാണ് ഹിപ്പോപ്പൊട്ടമോൺസോ സെസ്കിപെഡലിയോഫോബിയ. ശശി തരൂരിന്റെ ട്വീറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊറോണ വന്ന സമയത്ത് ഓൺലൈനിൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 100-ലധികം ആളുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് വായിച്ചു നോക്കുക. പലർക്കും പല കപ്പാസിറ്റി ആയതുകൊണ്ട് ചിലർക്ക് 2 പ്രാവശ്യം വായിക്കേണ്ടി വരും, ചിലർക്ക് 5 പ്രാവശ്യം വായിക്കേണ്ടി വരും, ചിലർക്ക് 10 പ്രാവശ്യം വായിക്കേണ്ടി വരും. ഓരോരുത്തരുടെ കപ്പാസിറ്റി ആയിട്ട് പല പ്രാവശ്യം വായിച്ചാലേക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് 100% സാധിക്കുമെന്നുള്ളത്. പലവട്ടം ശ്രമിച്ചു കഴിഞ്ഞിട്ട് വായിക്കാൻ പറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യ കാഴ്ചയിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നിയ സംഗതി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നടന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പോഴും വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ള കാരണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന പല സംഗതികളും. ആ സംഗതികളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടോ നമ്മൾ ചെയ്താൽ ശരിയാവാനിട്ടോ അല്ല, നമ്മളെ ചെയ്താൽ തെറ്റിപ്പോകുമെന്നും തെറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മളെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളെ പിന്തിരിപ്പിച്ചത്. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ വാക്കുകൾ മറക്കണ്ട: ഫ്ലോക്സിനോക്സിന് ഹിലിപ്പിലിഫിക്കേഷൻ, ഹിപ്പോപ്പൊട്ടമോൺസോ സെസ്കിപെഡലിയോഫോബിയ.